ഇമ്പോർട്ടഡ് വുഡാണ്, ഇന്തോനേഷ്യൻ വുഡാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള മരം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഡോർസും ഫ്രെയിംസും ആണ് നമുക്കിവിടെ ഉള്ളത്. ചീതല്, അതുപോലെ തന്നെ വെള്ള, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊടിയാത്ത ടൈപ്പ് ഓഫ് വുഡാണ്. നമുക്ക് ടീക്കിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ നേരെ പകുതിയേ വരുന്നുള്ളൂ. ക്വാളിറ്റിയുള്ള റെഡി ടു ഫിറ്റ് ഡോർസ് ആൻഡ് ഫ്രെയിംസ് അന്വേഷിക്കുന്നവർക്കുള്ള ഒരു കിഡിലൻ ഓപ്ഷൻ തന്നെയാണ് എക്സൽ വുഡൻ ഡോർസ് ആൻഡ് ഫ്രെയിംസ്. ഈ ഒരൊറ്റ പീസിൽ നിങ്ങൾക്ക് വയറ്, ക്രാക്ക്, വൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിന് വല്ല വൈറ്റിന് അംശം വരികയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എടുക്കണ്ട, അത്രയും ഗ്യാരണ്ടിയാണ്. ഇത് നമ്മളെ മഹാഗണി വുഡാണ്. മഹാഗണി മെയിൻലി യൂസ് ചെയ്യുന്നത് ഡോർസിനാണ്. കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റും. ഏത് ടൈപ്പ്, എന്ത് അവിയൽ നമ്മൾ ഉണ്ടാക്കും ചെയ്യാൻ പറ്റില്ലേ. ഇപ്പൊ ഇത് ഓരോ ഡ്രോയിങ്സ് ആണ് വരുന്നത്. ഇപ്പം ഈ വിൻഡോ ആണ്, ഈ ആർച്ച് വിൻഡോ ആണ് അവിടെ ചേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പടുകൂറ്റൻ വാതിൽ തള്ളി തുറന്ന് നമ്മളൊരു 1.5 സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. വാതിൽ തള്ളി തുറക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു വാതിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ കോഴിക്കോട് തിരുവണ്ണൂരാണ്. തിരുവണ്ണൂർ എക്സൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് കേട്ടോ. ഒരു അടിപൊളി ഒരു ഡിസ്പ്ലേ സെൻ്ററാണ്. സാധാരണ ഉള്ള ഒരു ഡിസ്പ്ലേ സെൻ്റർ പോലെ അല്ല ഈ എക്സൽ ഡോർസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഡിസ്പ്ലേ സെൻ്റർ തന്നെയാണ്, എക്സ്പീരിയൻസ് സെൻ്ററാണ്. നല്ല മരം കൊണ്ട് വാതിലുകളും കട്ടിലുകളും വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. വെച്ച് പണി കിട്ടിയവരുണ്ട് ഒരുപാട് പേര്. അപ്പം നല്ല വാതിലും കട്ടിളയും മരത്തിൻ്റെ എങ്ങനെ നമുക്ക് വീട്ടിൽ വെക്കാം, അപ്പം അതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പണി കിട്ടാണ്ടിരിക്കട്ടെ. അപ്പം ഇത് സിദ്ധാർത്ഥ് ബ്രോ, നമസ്കാരം. എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മളുള്ളത് എക്സൽ ഡോർസ് ആൻഡ് ഫ്രെയിംസിൻ്റെ എക്സ്പീരിയൻസ് സെൻ്ററിലാണ്. ഇവിടുന്ന് നമ്മൾ തുടർന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കും പിന്നെ നമ്മുടെ ഗോഡൗണിലേക്കും പോകുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മരത്തെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പം ഇവിടെയുള്ള നമ്മുടെ ഡോർസ് ആൻഡ് ഫ്രെയിംസ് എന്ത് മരത്തിൻ്റെ ഡോർസും ഫ്രെയിംസും ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ കൂടുതലും മെർബോ എന്ന് പറയുന്ന വുഡ് വെച്ചിട്ടാണ് ഡോർസ് ആൻഡ് ഫ്രെയിംസ് ചെയ്യുന്നത്. മെർബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഇന്തോനേഷ്യൻ വുഡാണ്, ഇമ്പോർട്ടഡ് വുഡാണ്, ഇന്തോനേഷ്യൻ വുഡാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള മരം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഡോർസും ഫ്രെയിംസും ആണ് നമുക്കിവിടെ ഉള്ളത്. ദീർഘകാലത്തേക്ക് നമ്മുടെ വീടിനെ താങ്ങി നിർത്തി ലോങ് ലാസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏത് കാലാവസ്ഥയും നമ്മൾ അതിജീവിച്ച് സ്റ്റാൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മരങ്ങളാണ്. ഇത് കെമിക്കലി ട്രീറ്റഡ് ആണ്. 100 years പ്ലസ് നമുക്ക് വർഷങ്ങൾക്ക് പഴക്കമുള്ള വുഡ് വെച്ചിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺലി ഉള്ള വുഡിന്റെ പ്രോബ്ലംസ്, അതായത് ചീതല്, അതുപോലെ തന്നെ വെള്ള, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊടിയാത്ത ടൈപ്പ് ഓഫ് വുഡാണ് ഇത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കാലാവസ്ഥയ്ക്കനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന പ്രശ്നങ്ങളും നമുക്കില്ല. നമ്മളിവിടെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ചെയ്തിരിക്കുന്നത് തന്നെ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്ട്സ് വന്ന് കാണാനും നമ്മളുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, മെർബോ മാത്രമല്ല മറ്റു മരങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഫ്രെയിം ആണ്. അതെ, ഇതൊരു വിൻഡോ ഫ്രെയിം ആണ്. പ്യുവർ മെർബോ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ഫ്രെയിം ആണ്. കസ്റ്റമറിന് ഇഷ്ടമുള്ള ഡിസൈനിൽ കസ്റ്റമറുടെ ഡ്രോയിങ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പെക്യുലാരിറ്റി. ഡ്രോയിങ് അങ്ങോട്ട് തന്നാൽ മതി. നമ്മൾ എത്ര വർഷമായി എക്സൽ? നമുക്ക് ഓൾമോസ്റ്റ് 50 years ലെഗസി ഉള്ള ഒരു ബ്രാൻഡാണ്. ഇവിടെ മറ്റൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു ബേ വിൻഡോ ആണ്. ഇത് ബേ വിൻഡോ ആണ്. ഇവിടെ നിന്നാണ് വരുന്നത്. അതെ, ഇതും നല്ല പ്യുവർ, ഇതും മെർബോളിൽ തന്നെ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. റെഡിഷ് കളറിൽ വരുന്ന ബ്രൗൺ കളറാണ് ഈ ഒരു വുഡിന് വരുന്നത്. അത് തന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. വുഡ് എന്ന് പറയാൻ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു കളറും ഇതായിരിക്കും, പ്യുവർ വുഡ് എന്നുള്ള രീതിയിൽ അല്ലേ. നല്ല വെയിറ്റ് ഉള്ള തടിയാണ് കേട്ടോ, ചില്ലറ പരിപാടിയല്ല. ഇത് മൊത്തം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ ഒരു കുറച്ച് ആളുകളുടെ ബലം വേണ്ടി ഹെവി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതെ അതെ, നമുക്ക് കാണാം അതിന്റെ റോ മെറ്റീരിയൽസും കൂടുതൽ പരിചയപ്പെടാം. ഇത് മറ്റൊരു ഡിസൈനാണ്. ഇത് ഇങ്ങനെ കർവ് ചെയ്തിട്ടൊക്കെ നമ്മളതിന് ചെയ്യുന്നതാണ്. കർവ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നു കഴിഞ്ഞാലും നമുക്കത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വുഡ് വരുന്നത് ഈ ഒരു സൈസിലാണെന്ന് തോന്നുന്നല്ലേ? വുഡ് വരുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടെ തിക്കറായിരിക്കും. അതിൽ നിന്ന് നമ്മൾ പിന്നെ പ്രോസസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിൻഡോ ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെയ്യാന്നുള്ളതാണ്. വലിയ കമാനങ്ങളും വലിയ ആർച്ചുകൾ വരെ വീടിന് മാത്രമല്ല, ഇപ്പൊ നമുക്കൊരു കൺവെൻഷൻ സെന്ററോ പള്ളിയോ ഏത് രീതിയിലുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സൈസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡോറുകളും വരുന്നുണ്ട്. ഡോറുകളും നമ്മൾ മെർബോ തന്നെയാണ് അല്ലേ? മെർബോ തന്നെയാണ് ഇത് വരുന്നത്. ഇത് ഒറ്റത്തടിയല്ലേ? ഇത് ഒറ്റത്തടി. ഇത് 2 പീസുകളായിട്ടുള്ള ഡോസ് ആണ്. കാലും മുക്കാലും എന്നുള്ള രീതിയിൽ വരുന്ന ഡോറാണ്. ഫ്രണ്ട് ഡോസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിയാണ്. ഇതൊക്കെ നമുക്ക് ഡിസൈനൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്.
മെർബോയിൽ മാത്രമല്ല, മെർബോ മാത്രമല്ല, നമുക്ക് വരികയാണെങ്കിൽ മഹാഗണി, ടീക്ക് അങ്ങനത്തെ എല്ലാ വുഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മഹാഗണിയാണോ? അതെ, ഇത് മഹാഗണിയാണ്. ഡാർക്ക് കളർ, എന്താ രസം നോക്കി. ഇതിന്റെ ഡിസൈൻ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് ആ ഒരു എലിഗൻസി, ആ ഒരു സൈസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇത് വീണ്ടും മെർബോയുടെ ഒരു വുഡാണ്, ഒരു ഡോറാണ്. ഇതും ഫ്രണ്ട് ഡോർ തന്നെയാണ്. ഇത് ഹാഫ് ബൈ ഹാഫ് എന്നുള്ള രീതിയിൽ പകുതി വരുന്ന 2 സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന ഡോർസ് ആണ്. മെർബോയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യുന്ന വാറണ്ടിയാണ്. അതിന് 2 തരത്തിലുള്ള വാറണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ടെർമൈറ്റും അതുപോലെ തന്നെ ബോറിങ്ങിന്റെയും രണ്ടിനും വാറണ്ടി നമ്മൾ 15-25 എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കുത്തിപ്പോവുകയോ ചതില് പിടിക്കുകയില്ല. അങ്ങനത്തെ എന്തെങ്കിലും കൺസേൺസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ, തിരിച്ച് റിട്ടേൺ എടുക്കാൻ തന്നെ ആ രീതിയിൽ തന്നെ വാറണ്ടീസ് നമുക്ക് ഓഫർ ചെയ്യാം. ഉറപ്പാണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഈ വുഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ആ രീതിയിലാണ് വുഡ് നമുക്ക് വരുന്നത്, ആസ് എ ടിമ്പർ വരുന്നത്. ഇത് കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള 100 years പ്ലസ് ഏജ് വരുന്ന മരങ്ങൾ കെമിക്കലി ട്രീറ്റഡ് ആയിട്ട് മാത്രമാണ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. നമുക്കത് അവിടെ നിന്ന് മുറിച്ചോണ്ട് പോരാവോ? എങ്ങനെയത്? ഇല്ല, അത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ത്രൂ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ത്രൂ മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിട്ടാണ് അത് വരുന്നത്. ഇത് ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊസീഡിങ്സിലേക്ക് പോകും. ഓക്കെ. ഈ മരം കാണണം കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെയുള്ള പ്ലാവും തേക്കും പോലെ ഒന്നുമല്ല, വലിയ ഹ്യൂജ് മരങ്ങളാണ്. ഇപ്പൊ നമ്മുടെ മെർബോ ഡോർസിന്റെ ഒരു വലിയ കളക്ഷൻ, ഡിസൈനും സൈസിലുള്ള ഒരു വലിയൊരു കളക്ഷൻ അപ്പുറത്തുണ്ട്. ഇപ്പൊ നമുക്ക് വെനീർ ഡോസിന്റെ ഒരു വേറെ പ്രൊഡക്റ്റ് ആണ് വിനീർ ഡോസ് എന്ന് പറയുന്നത്. അതെ, ഇഷ്ടംപോലെ ഡിസൈൻ, നല്ല രീതിയിൽ മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വിനീർ ഡോസ്. ഒരുപാട് ആർക്കിടെക്ട്സ് ഇപ്പൊ നമ്മളെ അന്വേഷിച്ച് വരുന്നൊരു സംഗതിയുണ്ട്. ഫ്ലാറ്റ്സിനും അതുപോലെ തന്നെ പുതിയ വീടുകൾക്കൊക്കെ ഇൻഡോർ ഡോർസ് ആയിട്ടൊക്കെ വിനീർ ഡോർസ് ആണ് കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോർ സൊല്യൂഷൻ ആണ് നമുക്ക് വെനീറിലൂടെ ഉള്ളത്. ഇതിനൊക്കെ ഡിസൈൻ അല്ലേ, ഡിസൈൻ വൈസ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇൻഫിനിറ്റ് ഡിസൈൻസ് നമുക്ക് വെനീർ ഡോസിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ കയറി വരുമ്പോൾ ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിംപ്ലിസിറ്റി തോന്നിയ ഒരു ഡിസൈൻ ഉള്ള 2 ഡോറുകൾ. അതിനൊക്കെ എന്ത് റേഞ്ച് വരും? ഇതിനൊക്കെ നമുക്ക് ഇതിനൊരു 12,000 അറൗണ്ട് ആണ് ഇതിന് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് അതൊരു 7,000 അറൗണ്ട് മാത്രമാണ് വരുന്നത്. 10 താഴെയുള്ളൂ. 10,000 രൂപ താഴെയുള്ളൂ കേട്ടോ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷം നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഇതിലൂടെ കിട്ടും. മറ്റു വുഡൻ ഡോറുകളെ പോലെ തന്നെ നമുക്ക് ഇതിലും വെനീറിൽ കൊടുക്കാൻ പറ്റും. തീർച്ചയായും അടിപൊളി. ഇതിപ്പോ നമ്മൾ കണ്ട വെനീർ ഡോസിന്റെ തന്നെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. പൊതുവെ ഇങ്ങനെയാണ് വീടിനകത്ത് ഒരാൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അടിപൊളി. നമ്മൾ അൺപോളിഷ്ഡ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. കസ്റ്റമർ പിന്നെ പെയിന്റിങ്ങിന്റെയും വാർണിഷിന്റെയും കൂടെ ഇത് പോളിഷ് ചെയ്തെടുക്കുന്ന രീതിയിലാണ്. ഒരു പടുകൂറ്റൻ തേക്കിന്റെ കട്ടളയാണ്. തേക്കും മെർബോയും തമ്മിൽ കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ നാട്ടിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് തേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നല്ല രീതിയിൽ ധാരണയുള്ളത്, കാലങ്ങളായിട്ട് കണ്ട് ശീലിച്ചിട്ടുള്ളത്. മെർബോന്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ടീക്കിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ നേരെ പകുതിയേ വരുന്നുള്ളൂ, തേക്കിന്റെ പകുതിയേ വരുന്നുള്ളൂ. നമുക്ക് മെർബോ വുഡ് കൊണ്ട് കട്ടളയും വാതിലും ഉണ്ടാക്കാം. ഇപ്പൊ തൂങ്ങി നടന്ന കുറച്ച് കട്ടളകളൂടെ കണ്ടിട്ട് പോവാം. ഇത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ മെർബോ കട്ടളകളാണ്. അതെ, ഈ കട്ടളകൾ മെർബോയിൽ ചെയ്തതാണ്. ഇത് നമുക്കൊരു 4-3 സൈസിൽ വരുന്ന കട്ട്ലയാണ്. 4-3 സൈസ്. ഇത് 5-3. ഇവിടെ എത്തുമ്പോൾ 6-4. അതെ, ഇതൊന്നും അല്ല സൈസ്, ഇതിനേക്കാളും വലുതുണ്ട്. ഇതിനേക്കാൾ തിക്കറാണ് നമ്മുടെ പല വുഡും വരുന്നത്. അതെ അതെ അതെ. ഇത് പിന്നെ ടീക്കിന്റെ, ഇത് ഫോറസ്റ്റ് ടീക്കാണ്. ഫോറസ്റ്റ് ടീക്കിൽ കാണുന്നത് കട്ടിലുകൾ. ഓക്കെ ഓക്കെ. സാധാരണ കട്ടിലുകൾക്കെല്ലാം മുകളിലൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ഈ 3ാമത്തെ കട്ടില, ഇത് വലിയൊരു കട്ടിലാണ്, മെർബോന്റെ തന്നെയാണ്. അതിനാ എക്സ്റ്റൻഷൻ ഇല്ല. അതെന്തുകൊണ്ടാണ്? അതെ, ഇത് നമ്മൾ വെക്കുന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പല വീടുകളിലും പല രീതിയിലാണ്. ചില സ്ഥലങ്ങളിൽ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ആയിരിക്കും വെക്കുക, ചിലർ പരവിന്റെ കൂടെ ആയിരിക്കും ഡോർ ഫ്രെയിംസ് വെക്കുന്നുണ്ടാവുക. ഫ്ലാറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡോർസ് പലപ്പോഴും വെക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്ക്രൂയിങ് ടൈപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ബോൾട്ട് ചെയ്തിട്ടാണ് അത് വാളിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. അപ്പൊ അതിന് ആ ഒരു എക്സ്റ്റൻഷൻ വേണ്ട, ആ ഒരു ഫ്രെയിമിനകത്തേക്ക് നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യാം, സ്ക്രൂ ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇത് മറ്റൊരു വെറൈറ്റി ഡിസൈൻ ആണ്. അതെ, ഇത് മെർബോയിൽ നമ്മൾ വിനീർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ്. ബ്ലെൻഡഡ് ഡിസൈൻ ആണ്. കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റും. ഏത് ടൈപ്പ്, എന്ത് അവിയൽ നമ്മൾ ഉണ്ടാക്കും, ചെയ്യാൻ പറ്റില്ലേ. ആഷിഫ് ഭായ്, നമസ്കാരം. നമസ്കാരം. നമ്മളാണ് ഇതിൻ്റെ ആള് അല്ലേ? അപ്പോൾ ഇവിടെ വിവിധ ടൈപ്പ് മരങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ നമ്മുടെ ഹീറോ മെർബോ വുഡിലാണ് നമ്മൾ ഈ പറഞ്ഞ ഡോർസ് ആൻഡ് ഫ്രെയിംസിന്റെ ഭൂരിഭാഗം ഐറ്റംസും ചെയ്യുന്നത്. എന്തൊക്കെ മരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ നോർമലി മെർബോയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഡോർസ് ആണെങ്കിൽ മഹാഗണി ചെയ്യുന്നുണ്ട്, ടീക്സിലുണ്ട്. നമ്മൾ കസ്റ്റമർ റിക്വയർമെന്റ്സ് ഏത് മരത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക്. ഇമ്പോർട്ടഡ് വുഡ് ഒരുപാടുണ്ടല്ലേ? ഇമ്പോർട്ടഡ് വുഡ്. ഏതൊക്കെ വുഡാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ മെർബോ,
പിന്നെ കൗഡുണ്ട്, പർപ്പിളാട്ട് ഉണ്ട്. ഇതൊക്കെ വലിയ ഒറ്റ തടികളോടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ നാടൻ മരങ്ങളും ഉണ്ട്. നാടൻ മരങ്ങൾ മഹാഗണി ഉണ്ട്, തേക്കുണ്ട്, അങ്ങനെ എല്ലാ മരങ്ങളും. ഇവിടെ എന്ത് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്? ഇതിവിടെ നമ്മൾ സ്റ്റോറിംഗ് യൂണിറ്റ് ആണ്, വുഡിന്റെ സ്റ്റോറിംഗ് യൂണിറ്റ് ആണ് ഇവിടെ. ഇവിടുന്ന് നമ്മളെ ഫാക്ടറിയിൽ എടുത്തിട്ട് പ്രൊഡക്ഷൻ നടത്താറ്. ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇവിടെ നമ്മൾ സ്റ്റോറിംഗ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ മെർബോ വുഡായിട്ട് വരുന്നത് അല്ലേ? കുത്തിപ്പൂവെ ചെതിലിരിക്കുക നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും, അത്രയും ഗ്യാരണ്ടീഡ് ആണ്. അതെ അതെ അതെ, അതാണ് ഈ മെർബോ വുഡ് ഭയങ്കര ഫേമസ് ആവുന്നത്. ഇത് അതിന്റെ ഭാഗമാണോ? അതിന്റെ കട്ട് പീസ് ആണ്, അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് പീസാണ്. ഇത് നോർമലി മെർബോ വരുന്നത് ഇന്തോനേഷ്യൻ നിന്നാണ്. ഈ കൗഡ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ മരങ്ങളാണ്. കൗഡ്, പർപ്പിളാട്ട് ഒക്കെ വരുന്നത് സൗത്ത് അമേരിക്കൻ വുഡാണ്. ഓക്കെ, ഇത് ഒരു ഭാഗം മാത്രമല്ല, ഇത് മൊത്തം നമ്മുടെ സ്റ്റോറേജ് ആണ് അല്ലേ? ഇത് മൊത്തം നമ്മൾ മെർബോ വുഡിന്റെ മെർബോ മാത്രമുള്ള ഈ ഇതിൽ ഇവിടേക്ക് വരുമ്പോൾ ഇത് മെർബോ തന്നെയാണ്. ഇത് മെർബോ നമ്മൾ ഫ്രണ്ട് ഡോറിനൊക്കെ വെക്കുന്ന സൈസാണ്. 9.4 9 ഇഞ്ച് വിടുത്തുണ്ടാവും, 4 ഇഞ്ച് തിക്നെസ് ഉണ്ടാവും. മെർബോന്റെ ഒരു പ്രത്യേകത നമുക്ക് 14 ഫീറ്റ് വരെ ഒറ്റ ലെങ്ത്തിൽ നമുക്ക് ഒറ്റ തടിയായിട്ട് വയ്ക്കാം, ഒറ്റ പീസിൽ കിട്ടും. ജോയിന്റ് ഇല്ലാതെ നമുക്ക് ഒരു വിൻഡോസിനൊക്കെ 14 ഫീറ്റ് വരെ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആളുകൾ വീട് പണിയുന്നൊക്കെ കസ്റ്റം സൈസിലാണല്ലോ പണിയുന്നത്, ടിപ്പിക്കൽ അച്ചൽ ചേർത്തിട്ടുള്ള മാതൃകയിലല്ല പണിയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സോൺ ചെയ്യുന്നത്. വുഡ് സോൺ ചെയ്തിട്ട് നമ്മളെ ഫാക്ടറി കൊണ്ടുപോയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാറ്. നമ്മുടെ പ്രോഡക്റ്റിന് എത്ര വർഷമാണ് വാറണ്ടി പറയുന്നത്? നമ്മളെ പ്രോഡക്റ്റിന് മെർബോ വുഡിലാണെങ്കിൽ നമ്മുടെ ടെർമിനേറ്റിനാണെങ്കിൽ 15 ഇയേഴ്സും ബോറിങ്ങിനാണെങ്കിൽ 25 ഇയേഴ്സ് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നു. ഉറപ്പാണ്. ഈ ഒരൊറ്റ പീസിൽ നിങ്ങൾക്ക് വയറ്, ക്രാക്ക്, വൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ വൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പീസ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഇതിൽ വല്ല വൈറ്റിന് അംശം വരികയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എടുക്കണ്ട, അത്രയും ഗ്യാരണ്ടിയാണ്. ഇത് നമ്മളെ മഹാഗണി വുഡാണ്. മഹാഗണി മെയിൻലി യൂസ് ചെയ്യുന്നത് ഡോർസിനാണ്. നമ്മൾ മേലെ ഡോറിന് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം നല്ല വണ്ണുള്ള മരങ്ങളാണ്, ഒറ്റത്തടി വലിയ സൈസുള്ള മരങ്ങളാണ് നമ്മൾ ഈ ഡോറിന് യൂസ്. അതിനനുസരിച്ച് ഡോറിന്റെ ക്വാളിറ്റിയും കൂടും. അതെ അതെ അതെ. ഇത് എന്തൊക്കെയാണ്? മഹാഗണി കിടപ്പുണ്ട്, വേറെ കുറെ മരങ്ങളുണ്ട്. മഹാഗണി ഉണ്ട്, പർപ്പിളാട്ട് ഉണ്ട്, കൗഡുണ്ട്, ടീക്സ് ഉണ്ട്. ഈ കൗഡൊക്കെ ഇമ്പോർട്ടൻ്റ് വുഡാണ്. കൗഡൊക്കെ സൗത്ത് അമേരിക്കൻ മരമാണ്. നമ്മൾ നേരത്തെ കൗഡ്, പർപ്പിളാട്ടൊക്കെ വരുന്നത് സൗത്ത് അമേരിക്കൻ മരമാണ്. അപ്പോൾ നമ്മൾ ഫെറോക്കിലുള്ള എക്സൽ ഡോർസ് ആൻഡ് ഫ്രെയിംസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഇതാണ് നമ്മുടെ ഫാക്ടറി അല്ലേ? ഒരു വലിയൊരു ഫാക്ടറിയാണ്. ഇവിടെയാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഫ്രെയിംസ്, ഡോർസ് എല്ലാം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കാണാം ഒരു വലിയൊരു ഫ്രെയിം ഉണ്ടാക്കി, ഒന്നല്ല കുറേ അധികം ഫ്രെയിമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് എന്തിനുള്ളതാണ്? ഇത് എന്ത് ഫ്രെയിമാണ്? ഇത് എന്ത് ഡോറിന്റെ ഫ്രെയിമാണത്? ഇത് സ്ലൈഡിംഗ് ഡോർസിന്റെ ഫ്രെയിമാണ്. സ്ലൈഡിംഗ് ഡോറോ? ഇത് എങ്ങോട്ട് സ്ലൈഡ് ചെയ്യും? ഇത് ഇതിനുള്ളിലാണ് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ഫിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സ്ലൈഡിംഗ് ഡോർസിന്റെ ഫ്രെയിംസ്. അത് ഇത് വീട്ടിലേക്കുള്ളതാണോ? വീട്ടിലേക്കാണ്, ബാംഗ്ലൂരിലെ സൈറ്റിലേക്കാണ്. കേരളത്തിലൊന്നുമല്ല, ബാംഗ്ലൂരിലേക്ക്. ഇത് കാണാൻ കേട്ടോ. അപ്പോൾ എന്നെയും ഈ ഒരു ഫ്രെയിമും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു പടുകൂറ്റം ഫ്രെയിമാണ് ഉണ്ടാക്കി വെച്ചിട്ട്. ഒന്നല്ല, അവർക്ക് 5-8 ഉണ്ടെന്ന് തോന്നല്ലേ? 4 ഫ്രെയിം ഉണ്ടാവും സ്ലൈഡിങ്. 4 ഫ്രെയിം കൊള്ളാം. അപ്പോൾ ഇത്ര നമുക്ക് ഏത് സൈസിൽ ചെയ്യാന്നുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് 10 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്, 14 ഫീറ്റ് വിഡ്ത്ത് ഉണ്ട്. ഡ്രോയിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ. ഇതൊക്കെ ഡ്രോയിങ്സ് ആണല്ലേ? ഇപ്പോൾ ഓരോ ഡ്രോയിങ്സ് ആണ് വരുന്നത്. ഇപ്പം ഈ വിൻഡോ ആണ്, ഈ ആർച്ച് വിൻഡോ ആണ് അവിടെ ചേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ കണ്ടാൽ മാത്രമല്ല കേട്ടോ, അതാ ഇവിടെയുണ്ട്. ഇവിടെ ഇതൊക്കെ ഡോർ ഫ്രെയിംസ് ആണോ? ഡോർ ഫ്രെയിംസ് ആണ്. കട്ടിളകൾ. ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി വയറോ വെള്ളേ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ക ക്ലീൻ കസ്റ്റമർ, പെർഫെക്റ്റ് ആണ്. ഈ പറയുന്ന 100% ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. എന്തുകൊണ്ട് എക്സൽ എന്നൊരു ചോദ്യം വന്നാൽ കസ്റ്റമർ എന്തിനാ എക്സൽ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ഈസിനെസ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പെക്യുലാരിറ്റി. ഇപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് കസ്റ്റമറിന് ആർക്കിടെക്ട് കൊടുക്കുന്ന ഒരു ഡ്രോയിങ് ഉണ്ടായിരിക്കും. ആ ഡ്രോയിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊട്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കൊട്ടേഷനെ ബേസ് ചെയ്ത് കസ്റ്റമറിന്റെ ബഡ്ജറ്റ് ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ഇതിന്റെ ഒരു ടെൻഷനും അറിയേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ വുഡ് അന്വേഷിക്കണം, വീടിന്റെ പറമ്പുള്ള ഒരു തെങ്ങോ ഒരു മരം കണ്ടുപിടിക്കണം, അത് കട്ട് ചെയ്തിട്ട് സോമില്ലിൽ കൊണ്ടു കൊടുക്കണം. ഇവിടെ അങ്ങനത്തെ ഒരു സംഗതിയും വേണ്ട. അല്ല, ഇനി അങ്ങനെയല്ല, എൻ്റെ അടുത്ത് മരമുണ്ട്, ഞാൻ ആ മരം നിങ്ങൾക്ക് കൊണ്ടുവന്ന് ആക്സെപ്റ്റ് ചെയ്യും, അതും ചെയ്യാം. ഞങ്ങൾ അതിനും ഓക്കെയാണ്. നമ്മുടെ സോമില്ലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോസസ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ആക്കി തരാനും നമുക്ക് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് എന്താ പറയാ ഒരു സൊല്യൂഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കൊണ്ടുവന്നിട്ട് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ ചേട്ടാ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും വിത്ത് എ ക്വാളിറ്റി. യെസ്.
അപ്പം എങ്ങനെയാണ് പൊതുവെ കസ്റ്റമേഴ്സ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്ക് കൂടുതലും മൗത്ത് പബ്ലിസിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് കൂടുതലും മൗത്ത് പബ്ലിസിറ്റി ആയിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും കാലത്തെ ഒരു ലെഗസി വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ കാലിക്കറ്റിലൊക്കെ തന്നെ ഒരുവിധം ബിൽഡേഴ്സിനൊക്കെ നമ്മൾ പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരുവിധം ഫ്ലാറ്റ്സിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുവിധം നല്ല വലിയ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിൽഡേഴ്സ്, ആർക്കിടെക്ട്സ് ആണ് മെയിൻലി നമ്മുടെ കയ്യിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതും നമ്മളുടെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണെന്നുള്ളതും പ്രൈസിങ്സ് എങ്ങനെയാണെന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീട് പണിയുന്നവർ, വീടൊന്ന് റെനോവേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു വെറൈറ്റി പരീക്ഷിക്കണം. അല്ലെങ്കിൽ ഇതുവരെയുള്ള പരമ്പരാഗതമായ കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഒരു പുതിയ മരം പരീക്ഷിച്ച് കളയാം, അത് പുതിയൊരു വെറൈറ്റി പരീക്ഷിച്ച് കളയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. എക്സൽസ് ഡോർസ് ആൻഡ് ഫ്രെയിംസ്, തിരുവണ്ണൂരാണ് നമ്മുടെ ഈ ഡിസ്പ്ലേ സെൻറ്റർ വരുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തീർത്ത് ക്ലിയർ ചെയ്ത ശേഷം മാത്രം ഇവിടുന്ന് എടുക്കാം. എന്തായാലും നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു വുഡ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മെർബോയിലുള്ള ഡോർസ് ആൻഡ് ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.